പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ സന്ധ്യവേളയിലും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായ നമ്മുടെ സൺഡേ സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ ദേവസ്ഥനും കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ സെൻട്രലിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ വർഗീസ് ഉദ്ഘാടനം ചെയ്തതായ ഈ മഹായോഗത്തിന്റെ രണ്ടാം രാത്രിയിൽ കടന്നു വന്നിരിക്കുന്നവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ യോഗം പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ ദൈവസ്ഥൻ നമ്മുടെ തലയുണക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാരിറ്റി സൂക്ഷിക്കുന്ന കർത്താവിന്റെ ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ കെ സത്യൻ നമ്മളെ പ്രാർത്ഥന സഹായിക്കുന്നതായിരിക്കും. കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കൊച്ചുണ്ണി പറയുന്നത് കുറച്ചൊക്കെ മറ്റേ ഒന്നും മനസ്സിലാകത്തില്ല. സർവശക്തരായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
ഈ മനോഹരമായ സന്ധ്യയുടെ യാമത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചാരംഭിച്ച ഈ സുവിശേഷ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവെ അവിടുത്തെ മഹത്വത്തിനായി ഗാനങ്ങൾ പാടി ഞങ്ങളെ സന്തോഷിപ്പിക്കുവാൻ കടന്നു നിൽക്കുന്ന അവിടുത്തെ വിലപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് ആത്മാവിൽ പാടി ദൈവജനത്തെ സന്തോഷിക്കുവാൻ തക്കവണ്ണം ശക്തമായി കരങ്ങൾ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുറന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ അയക്കപ്പെട്ട് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ പ്രത്യേക ജനറൽ സെക്രട്ടറിയായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറിയായി സന്ദർശിക്കുന്നു. അവിടുത്തെ ദാസനെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അവിടുത്തെ നാമകത്തിനായി തിരുവിടയാക്കണം. മീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദാസന്മാരെയും കരങ്ങളിൽ വഹിക്കണമേ. ഒരു തടസ്സവും കൂടാതെ എല്ലാ ശുശ്രൂഷയും ഭംഗിയായി തീരുവാൻ സ്വർഗത്തിൽ ഇവിടെയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. മുഴുമകത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. സകലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിവിനയമായി തടിയാചിക്കുന്നു. ക്രോധോനി കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കരങ്ങൾ കൊടുത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഈ സുവിശേഷ മഹായുഗത്തിൽ ആത്മീയ സ്പിരിച്വൽ ലീഡ്സ് അഡോർ എന്ന പ്രിയപ്പെട്ടവരോട് ചെയ്യുന്നു. തുടർന്നുള്ളതായ സമയങ്ങൾ രക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കു ധരിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടോ? ഗോതമ്പൊന്ന് മിക്സിയിൽ നിന്ന് അടിക്കും. ആവശ്യം ഇത്ര നീ പറയുന്നു ലൂസ് ഗോതമ്പ് അതിനാ മേടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ കുന്നംകുളം കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധി നമുക്കായിരിക്കാം. ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ എവിടെ ആയിരിക്കുന്നു അവിടെയെല്ലാം വ്യാപരിക്കുവാൻ ശക്തിയോടെ, ആത്മാർത്ഥതയോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. ദയവായിട്ട് ഒരു അപേക്ഷയുണ്ട്, നിങ്ങളുടെ മൈക്കുകളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ദയവായിട്ട് മ്യൂട്ട് ചെയ്യുവാൻ ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ, ദൈവ സാന്നിധ്യത്താൽ കർത്താവ് ഇന്ന് രാത്രി നമ്മൾ നിറയ്ക്കുവാൻ പോവുകയാണ്. സ്തുതിയും സ്തോത്രവും നമുക്ക് കർത്താവിന് കൊടുക്കാം. ആരാധനയും നമുക്ക് കർത്താവിന് കൊടുക്കാം. മഹത്വത്തിന് യോഗ്യനായ യേശു, പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനായ കർത്താവിനെ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവ് വർഷിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം.
ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ചേർന്നല്ലവരും യേശുവാരിലും വലിയവൻ. അവൻ ഉന്നതനായ ദൈവമാണ്. അവനാൽ കഴിയാത്തത് ഒന്നുമില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അതിശയം ചെയ്യുന്ന ആ യേശുവിൻ്റെ നാമത്തെയാണ് നമ്മൾ പാടി ആരാധിക്കുന്നത്. ഇന്ന് രാത്രിയിലും അവൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. യേശുവിൻ്റെ നാമം എല്ലാ മുഴങ്കാലും മടങ്ങുന്നതാണ് യേശുവിൻ്റെ നാമം. ആമേൻ. കഴിയുന്നിടത്തോളം ദൈവമക്കൾ ക്യാമറകളൊക്കെ ഓണാക്കി ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താണ്. എൻ്റെ യേശു ആരിലും വലിയവനാണ്. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അതിശയം ചെയ്യുവാൻ അവൻ്റെ സാന്നിധ്യം നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം തിരു സാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ പോവുകയാണ്. യേശുവിൻ നാമമൻ പ്രാണന് രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ്റെ വീടിന് മുദ്ര. ഹല്ലേലൂയ. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. അനന്യ രോഗഭയം, മരണഭയം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിടട്ടെ. അനർത്ഥമൊന്നും ഭവിക്കുകയില്ല, ബാധയൊന്നും
എൻ്റെ കൂടാരത്തിൽ അടുക്കിയില്ലെന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഒരു ദൈവബലത്തിന് ഒന്നിനെ പേടിപ്പാനില്ല. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, നീ പ്രയാസപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവ് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. Thank you, Lord. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ, കുഞ്ഞാടി
പരിശുദ്ധ നാമമുള്ളവൻ. ഹല്ലേലൂയ. മുഴങ്കാലുകൾ മടങ്ങുന്ന യേശുവിന്റെ നാമം, എല്ലാ നാവും പാടുന്ന, എല്ലാ നാവും പറയുന്ന, യേശു മാത്രം കർത്താവ് എന്ന് പറയുന്ന നാമത്തെ അല്പനേരം കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട്, പരിമള തൈലം പോലെ വീശുന്ന നാമം, ഭാരങ്ങും വാസന വീശുന്ന നാമത്തെ, എല്ലാ നാമത്തിലും മേലായ നാമത്തെ അല്പനേരം ദൈവമക്കൾ പാടി ഹല്ലേലൂയ ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. Oh, thank you, Lord. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേല കാണുന്നു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്
ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. എൻ്റെ യേശു മാത്രം മതി എനിക്ക്. ഏത് നേരത്തും നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ്, യേശു മാറാത്തവൻ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി ശക്തിയോടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. അവൻ കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഗാനസൂക്ഷ നടത്തിയ പ്രിയമുള്ളവരെ കർത്താവ് സഹായിക്കും, അനുഗ്രഹിച്ച് ചെയ്യുമാറാകട്ടെ. തുടർന്ന് ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. തുടർന്ന് സൂക്ഷ അനുഗ്രഹത്തിനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയുക്തരായ 2 ദേവദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥന സഹായിക്കുന്നതായിരിക്കും. പ്രാരംഭമായിട്ട് 500 കർത്താവിന്റെ വേലയിൽ സൂക്ഷിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ പി കുര്യൻ, എടപ്പാൾ സഭയിൽ സൂക്ഷിക്കുന്ന ബഹുമാനദാസൻ ജി പി 2 പേരും മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, ഈ ആസ്വദിക്കപ്പെട്ടതാന നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസം കൺവെൻഷന്റെ പ്രാരംഭ സമയം മുതൽ ഇതിലെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പാട്ടുകൾ കേൾക്കുവാന്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാന് ദൈവങ്ങൾക്ക് നല്ല കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അഭിഷക്തദാസന തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയാലോചന സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസനിൽ കൂടി ഇന്ന് രാത്രി കർത്താവേശ്വരമായി ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്തനെ ഉപയോഗിക്കണമേ. സ്ഥാനങ്ങളെ ആയിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും അതൊരു വലിയ വിടുതൽ അനുഗ്രഹമായി ഒരു ദൈവപ്രവൃത്തിയായി തീരുവാൻ കർത്താവ് സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ അവസാനത്തോടെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. തുടർന്ന് ദൈവ സാന്നിധ്യ ബോധത്തോടെ ദൈവസ്ഥനായിരിക്കാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കും. അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ പിന്നെയും സഹായിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസപിതാവേ, അങ്ങയുടെ ഓമനകുമാരന് ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ആഗ്രഹിച്ചു തീരുമാനിച്ച ഞങ്ങളുടെ സുവിശേഷ മഹായോഗത്തിന്റെ 2ാം ദിനം രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് അവിടുന്ന് അവസരമൊരുക്കിയതോർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി പാടുവാനൊക്കെയും പ്രിയപ്പെട്ടവരെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്നതായ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. ദൈവം സംസാരിപ്പാൻ അങ്ങയുടെ ഭൃത്യരെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. തേജസ്സേറിയ ശുശ്രൂഷ ഹല്ലേലൂയ ഞങ്ങളുടെ ദാസന്റെ പക്കൽ ഏൽപ്പിച്ച് കേൾക്കുന്ന ജനത്തിന് വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശേഷാശ്വമിൽ കൂടെ ഹല്ലേലൂയ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഓരോ ഉള്ളത്തോടും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മടങ്ങി വരേണ്ടതായ പ്രിയപ്പെട്ടവർ മടങ്ങി വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വൃത്തിനെ നികഷമായി ഉപയോഗിച്ച കർത്താവേ, ദേശത്തിന് ആവശ്യമാകുന്ന സ്വർഗീയ ആലോചന അങ്ങയുടെ ദാസന്റെ പക്കൽ ഏൽപ്പിക്കുമാറാകണം. തിരുനാമത്തെ മഹത്വപ്പെടുക്കണം. മൈക്കിനെയും സൗണ്ടിനെയും കറണ്ടിനെയും കർത്താവ് നിയന്ത്രിക്കുമാറാകണം. നേതൃത്വം നൽകുന്നതായ അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു, ശക്തമായി ഉപയോഗിക്കുമാറാകണമേ. ഋഷിക്കും ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം
ഈ രാത്രിയിലും ദൈവസന്നിധിയിൽ മഹത്വപ്പെടമാറാകട്ടെ. സുവിശേഷ മഹായുഗത്തിന്റെ 2ാം രാത്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി കർത്താവിന്റെ നാമത്തിൽ എന്നെ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന എല്ലാ കർത്തൃപുത്രന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദിവസഭാ കുന്നോളം സെന്ററിനെ അനുഗ്രഹീതമായ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദിവദാസൻ പാസ്റ്റർ വർഗീസ്, ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോട് ഒരുമിച്ച് ദൈവശുശ്രൂഷയ്ക്കായി നമ്മളോട് ഒരുമിച്ചായിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദിവസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യ ദിവദാസൻ പാസ്റ്റർ സാം ജോർജ്, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുകയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ ദിവദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ബഹുമാന്യ ദിവദാസനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് ദിവദാസനെ സ്വാഗതം ചെയ്യുന്നു. പ്രകാരം തന്നെ സെന്ററിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ബഹുമാന്യ ദിവദാസൻ പാസ്റ്റർ കെ വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ MR ബാബു, മറ്റേ വേദിയിൽ ഉപയോഗിച്ചിട്ടായിരിക്കുന്ന ദിവദാസന്മാർ, ഈ ലൈവിൽ കൂടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും, ഈ മീഡിയയിൽ കൂടെ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന ഇതിന്റെ ചുമതലപ്പെട്ട സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വലിയവനായത് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെയും നമ്മുടെ കൺവെൻഷൻ ഇപ്രകാരമുള്ളൊരു വേദിയിൽ എല്ലാവരും നടന്നത് വളരെ പ്രാർത്ഥനയോടെ വളരെ സന്തോഷത്തോടുകൂടെ എല്ലാ ജനങ്ങൾക്കും വന്നു ചേരാവുന്ന ക്രമീകരണത്തിലാണ് യോഗം നടന്നെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മീറ്റിംഗിൽ നമുക്ക് സംബന്ധിപ്പടിയായി തീർന്നുവല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ വചനശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ സാം ജോർജ് അവരുടെ ഈ യോഗത്തിലേക്ക് വചനശുശ്രൂഷയ്ക്കായി ആർദ്രവും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു വിരമിക്കുന്നു. ദൈവം നമ്മുടെ ഏവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്ററിന്റെ ഈ വർഷത്തെ കൺവെൻഷൻ കേൾക്കാമോ? Can you hear me? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തായി താങ്ക് യു. ഇടയ്ക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് മഹത്വം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്ററിന്റെ ഈ വർഷത്തെ കൺവെൻഷനിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനായി എനിക്ക് ലഭിച്ച സമയത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ സെന്ററിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത ദൈവഭൃത്യൻ എൻ്റെ സ്നേഹിതനുമായ പാസ്റ്റർ സാം വർഗീസ് അവറുകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഞങ്ങൾ സ്നേഹിതരാണ്. അദ്ദേഹവും ഞങ്ങളുടെ ഭവനവുമായി അടുത്ത ബന്ധമുണ്ട്. എൻ്റെ പിതാവിനെ വളരെ സ്നേഹിക്കുകയും അദ്ദേഹത്താൽ സ്നേഹം ലഭിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനാണ്. ഞങ്ങൾ കൂട്ടുകാരാണ്. വളരെ ക്ലോസായി ഓപ്പണായി ഹൃദയംഗമായി ഹാർട്ട് ടോക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതൻ കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ഈ സെന്ററിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർ നിങ്ങൾക്കായി ദൈവത്തിന് മഹത്വം കരയേറ്റുകയും നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പാസ്റ്റർ പ്രിൻസ് ഞങ്ങളുടെ പ്രിയനാണ്. അദ്ദേഹം ഇതിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറച്ച് നേരമായി ലോഗിൻ ചെയ്യാൻ നോക്കി, എനിക്ക് ID കിട്ടാഞ്ഞത് കൊണ്ട് പിന്നെ ലാസ്റ്റിൽ നോക്കിയപ്പോൾ ഏതോ ഒരു നോട്ടീസിൽ നിന്നും ഞാൻ സൂം ചെയ്ത് ആ നമ്പർ എടുത്താണ് ഇത് കയറിയത്. എനിവേ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വേലയിൽ അധ്യധ്വാനം ചെയ്യുന്ന ദൈവദാസന്മാർ പ്രത്യേക കോവിഡ് കാലയളവിലും ദൈവത്തിന് വേണ്ടി ശക്തന്മാരായി നിൽക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. പ്രയാസത്തിലും പട്ടണയിലും ബുദ്ധിമുട്ടിലും കഷ്ടതയിലും സങ്കടങ്ങളിലും ഒക്കെ കർത്താവിനോട് നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ആ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ സെന്ററിലുള്ള എല്ലാ ദൈവമക്കൾ, എല്ലാ കുടുംബങ്ങൾ, ബുദ്ധിമുട്ടിലെ ഭാരങ്ങളിലെ പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ദൈവം നിങ്ങൾക്കായി പുതുവഴികളെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും
ഉയരത്തിൽ നിന്ന് ദൈവം ദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ മുഖബര പറഞ്ഞ് എൻ്റെ വാക്കുകളെ നീട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലഭിച്ച സമയം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു വചനം ഷെയർ ചെയ്യുവാനായി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോഴും കാര്യം പറയുമ്പോഴും ദൈവത്തിന്റെ വഴികളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. നമുക്ക് കാണാതെ അറിയാവുന്ന ഭാഗമാണെങ്കിലും ഞാനത് ഒന്ന് വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം പറയുന്നു, മൈ തോട്ട്സ് ആർ നോട്ട് യുവർ തോട്ട്സ്. എൻ്റെ ചിന്തകൾ എൻ്റെ പ്ലാനുകളല്ല നിങ്ങളുടെ പ്ലാനുകൾ. നീദർ യുവർ വേസ് ആർ മൈ വേസ്. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികളും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അടുത്ത വാക്യം: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നവർ, ജസ്റ്റ് ലൈക്ക് ദ ഹെവൻസ് ആർ അബവ് ദ എർത്ത്. ഭൂമിയിൽ നിന്നും സ്വർഗം ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെയും എന്റെയും വഴികളും നിങ്ങളുടെയും എന്റെയും ചിന്തകളും തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കുന്നു, വ്യത്യസ്തമായിരിക്കും. ഈ വേദഭാഗം നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളും 40 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും തമ്മിൽ പ്രീ ആൻഡ് പോസ്റ്റ് എക്സൈലിക് ടൈമിനെ കുറിച്ച് പ്രവാചകൻ പ്രവചന ആത്മാവിൽ പറയുകയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിനു വേണ്ടി നിന്നവർ, ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ ജനം, അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുത്ത് അന്യരാജ്യങ്ങളുടെ അടിമകളാക്കി അവരെ ആക്കി. നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവർ തന്നെ നാളുകൾ കഴിഞ്ഞപ്പോൾ ജാതികൾ അവരെ ഭരിക്കുവാനായി തുടങ്ങി. ഇപ്പോഴിതാ പ്രവാസത്തിൽ ബാബിലോണിൽ ക്യാപ്റ്റീവായി അടിമകളായി ജീവിക്കുന്ന ഇസ്രായേൽ മക്കൾ യെരൂശലേമിൽ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് നിന്ന ജനം പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ബാബിലോണിയ അടിമത്വത്തിലേക്ക്, ക്യാപ്റ്റിവിറ്റിയിലേക്ക്, ബോണ്ടേജിലേക്ക്, സ്വാതന്ത്ര്യമില്ലാത്തയിടത്തേക്ക് അവരെ അയച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇവര് യെരൂശലേമില് ദേവാലയം നശിപ്പിക്കപ്പെട്ടു. യെരൂശലേം കൽക്കൂമ്പാരമായി മാറിയിരിക്കുന്നു. യെരൂശലേമിൽ ആകെയുള്ളത് കല്ലുകൾ കൊണ്ട് നിറഞ്ഞ കല്ലിന്റെ കൂമ്പാരമായ ഒരു പട്ടണമായി യെരൂശലേം മാറിയിരിക്കുന്നു. സമൃദ്ധമായി ജീവിച്ചവർ, സമാധാനമായി ജീവിച്ചവർ, സന്തോഷത്തോടെ ജീവിച്ച ഈ ജനം ദൈവത്തെ കോപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ സ്വാതന്ത്ര്യമില്ലാത്ത, ആരാധനയ്ക്ക് വേണ്ടുന്ന പ്രാധാന്യം ലഭിക്കാത്തിടത്തേക്ക് ദൈവം അവരെ അയച്ചിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, എന്റെ ജനമേ, ദൈവത്തിന് ആത്മാവ് പ്രാപിച്ച പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ജീവിക്കുവാൻ വേണ്ടി നിങ്ങളെ വിളിച്ചതല്ല. നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഈ രാജ്യത്ത് ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട്. നിങ്ങൾ തിരിച്ചു വരേണ്ടവരാണ്, നിങ്ങൾ മടങ്ങി വരേണ്ടവരാണെന്ന് പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ അവരുടെ ചിന്ത ഇതാണ്. നമുക്കറിയാം, പ്രവാചകനി പറയുന്ന കാലത്ത് ഇസ്രായേൽ പ്രവാസത്തിലാണെങ്കിലും കൂടുതൽ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുവാൻ തുടങ്ങി. പ്രോപ്പർട്ടികളൊക്കെ, വീടുകളും വസ്തുക്കളും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം രാജ്യം അവർക്ക് കൊടുത്തിരുന്നു. കൂടാതെ ആരാധനയ്ക്ക് വേണ്ടുന്ന പ്രയർ സെല്ല് പോലെയുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു. ഇപ്പോഴവർക്ക് ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നത് യെരൂശലേം ദേവാലയവും യെരൂശലേം ദേവാലയത്തിൽ കഴിക്കേണ്ട യാഗവുമാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്.
ബാക്കി എല്ലാം കൊണ്ടും സമൃദ്ധമായി ജീവിക്കുന്ന ഈ ജനം, അവരോട് ദൈവം പറയുന്നു, നിങ്ങൾ മടങ്ങി യെരൂശലേമിലേക്ക് പോകണം. അവരുടെ മുമ്പിൽ വലിയ ചോദ്യം ഇതാണ്, എങ്ങനെ ഞങ്ങൾ യെരൂശലേമിലേക്ക് മടങ്ങി പോകും? അന്നവര് പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ബാബിലോണിൽ ജനിച്ചവരാണ്, ഇവിടുത്തെ കൾച്ചറും സിസ്റ്റവും ലൈഫ് സ്റ്റൈലും എല്ലാം നേടി ഇവരുമായി ഇടപഴകി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് എങ്ങനെ ഇവർ പോകും? നമുക്കറിയാം, അമേരിക്കയിലും കാനഡയിലും ഒക്കെ UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ മലയാളികൾ തന്നെ, ആ രാജ്യത്ത് ജനിച്ച കുഞ്ഞുങ്ങൾ മടങ്ങി ഇന്ത്യയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ കൾച്ചറും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുന്നതല്ല, ഇന്ത്യയുമായി യോജിക്കുന്നതല്ല. സാമ്പത്തികമായ നേട്ടം, ഭൗതികമായ നേട്ടം, കൾച്ചറൽ ഗെയിൻ, ഇതെല്ലാം നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മടങ്ങി പോകുകയില്ല ഇന്ത്യയിലേക്ക്. ഇതുപോലെ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ മടങ്ങി ഇസ്രായേലിലേക്ക് വരണം. ദൈവത്തോടുള്ള ചോദ്യം, ദൈവമേ, യെരൂശലേമിൽ ആകെയുള്ള കുറച്ച് കല്ലുകൾ കൊണ്ട് നിറഞ്ഞൊരു പട്ടണമാണ്. ഈ ബാരൻ സിറ്റിയിൽ, ഈ ലാഭമില്ലാത്ത, വരുമാനമില്ലാത്ത ഈ പട്ടണത്തെ ഞങ്ങൾ എങ്ങനെ പോകും? ദൈവം അവരോട് പറയുന്ന വാക്യമാണ് ഞാൻ വായിച്ചത്. എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം. നിങ്ങൾ ചിന്തിക്കും, യെരൂശലേമിലേക്ക് ഞങ്ങൾ എങ്ങനെ മടങ്ങി പോകും നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അതല്ല എൻ്റെ വിചാരം, നിങ്ങൾ മടങ്ങി പോകണം. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളും ഉന്നതമായിരിക്കും. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നാം ദൈവത്തോട്, കർത്താവേ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ജീവിതമായി തീരുന്നില്ല? എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ജീവിതമാകുന്നില്ല കർത്താവേ എന്നൊക്കെ പലപ്പോഴും നാം ചോദിക്കാം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ നമ്മോട് ദൂതുണ്ട്. നമ്മുടെ വഴികളെക്കാൾ, നമ്മുടെ ചിന്തകളെക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഭാരങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും നാളെ എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ചും ചിന്തിച്ചും ഇരിക്കുന്ന ജീവിതങ്ങളോട് ഈ രാത്രി പരിശുദ്ധാത്മാവിന് ദൂതുണ്ട്. ഒന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഒരു ചോദ്യം, ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എൻ്റെ വഴികളെ അടച്ചു കളഞ്ഞു? എൻ്റെ വഴികളും എൻ്റെ ചിന്തകളുമൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ തന്നെ കർത്താവേ, എന്തുകൊണ്ട് അങ്ങ് എൻ്റെ വഴികളെ അടച്ചു കളഞ്ഞു? ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് വേണ്ടി 7 പുതിയ വഴികളെ തുറക്കാതെ ദൈവം നമ്മുടെ ഒരു വഴിയും അടച്ചു കളയുകയില്ല. ഈ രാത്രി എത്ര മൃഗവിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി 7 വഴികളെ തുറക്കാതെ എൻ്റെ ദൈവം എൻ്റെ വഴികളെ അടച്ചു കളയുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചിന്ത ഏതാണ്? പ്രാർത്ഥിച്ചിട്ടും കർത്താവേ, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു? കർത്താവേ, എന്തുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു? നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് പരിശോധിക്കാം. നമുക്ക് നോക്കാം, ആഹാബ് രാജാവ് ഇസ്രായേലിനെ അടക്കി ഭരിക്കുന്ന കാലയളവിൽ ദൈവത്തിന് വിരോധമായി പാപം ജയിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ കാലയളവിലും ഇതാ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ആഹാബ് രാജാവേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല. ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രവചിക്കുന്ന പ്രവാചകൻ. പക്ഷേ രാജ്യം മുഴുവനും ക്ഷാമത്തിലായി, കഴിക്കുവാനില്ല, കുടിക്കുവാനില്ല, സമ്പത്തില്ല, തകർച്ചയിലായ ഇസ്രായേൽ രാജ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആകാശം ഞാൻ പറഞ്ഞാൽ ദൈവം അടച്ചു കളയുമെന്ന് ശക്തമായി രാജാവിന് മുമ്പിൽ വന്ന് പ്രഘോഷിക്കുന്ന ഏലിയാവ്. നോക്കുക, ഏലിയാവ് രാജാവിന് മുമ്പിൽ പറഞ്ഞിട്ട് പോയിട്ടും ക്ഷാമമുള്ള ദേശത്ത് അവന് കഴിക്കുവാൻ എന്ത് കഴിയും? നമുക്കറിയാവുന്ന ഭാഗമാണ്. ദൈവം അവനോട് പറഞ്ഞു, ഏലിയാവേ, നീ പോയി കരീതിന്റെ തോട്ടിൽ ഒളിച്ചിരിക്കുക. നിന്നെ പോറ്റേണ്ടത് ഞാൻ അവിടെ കാക്കയോട് കൽപ്പിച്ചിരിക്കും. I commanded the raven, the crow to give you food. ഇന്ന് രാത്രിയിൽ ഓർക്കുക,
അസാധ്യമെന്ന് തോന്നുന്ന ഇടത്തും സാധ്യതകൾ ഉണ്ടാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നാം പലപ്പോഴും വിചാരിക്കും നടക്കയിൽ എന്ന് പറയുമ്പോഴും എഴുതി കളയുന്ന വിഷയത്തിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, എഴുതി കളയുന്ന വിഷയങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രിയെ വിശ്വസിക്കുന്നവർ കരങ്ങളെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഏലിയാവേ, നീ ഓടിച്ചിരിക്കുക, കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം ഏലിയാവിടെ പോയി കാക്ക അപ്പം കൊണ്ട് ഒരു കരീത്തോട്ടിൽ നിന്ന് വെള്ളവും കുടിക്കും. ഒരുപക്ഷെ ഏലിയാ വിചാരിച്ച് കാണും എന്നും ഇങ്ങനെ എൻ്റെ ജീവിതമായി തീരുമെന്ന്. ഒരു ദിവസം ഇതാ തോട് അടഞ്ഞുപോയി. പലപ്പോഴും നമ്മുടെ കണക്കൂട്ടൽ തെറ്റുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ചിന്തകളും വഴികളും അടഞ്ഞു പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഏലിയാവ് നോക്കിയപ്പോൾ മുകളിൽ നിന്ന് ഒഴുകി വീഴുന്ന വെള്ളത്തിന്റെ വരവ് നിന്നു, തോട് വറ്റിപ്പോയി. ഏലിയാവ് ചിന്ത വന്നു കാണും, ദൈവമേ, എന്തുകൊണ്ട് എന്നോട് ഈ കൽപ്പന പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി കരിയ തോട് അടഞ്ഞുപോയി. ഇന്ന് രാത്രി ഓർക്കുക, ദൈവം സാരഫാത്തിൽ ഒരു വിധവയുടെ കലത്തിൽ മാവും കുപ്പിയിൽ എണ്ണയും പെരുക്കുവാൻ വേണ്ടി ഏലിയാവേ, നിന്നെ കരീത്തിൽ നിന്റെ വഴികളെ അടച്ചിരിക്കുന്നു. ഈ രാത്രി ഓർക്കുക, ദൈവം നമ്മെ കാണുന്നു, ദൈവം നമ്മെ അറിയുന്നു. ഒരു സാരഭദ്ര വിധവയെ കാണുന്നതിന് മുൻപേ കരീറ്റിലെ വെള്ളം നിന്നു പോകുകയില്ല, കാക്കയുടെ വരവ് നിന്നു പോകുകയില്ല. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കാതെ, പുതിയ വഴികളെ തുറക്കാതെ ദൈവം നമ്മുടെ വഴിയെ ക്ലോസ് ചെയ്യുകയില്ല. പലപ്പോഴും നമുക്ക് തോന്നും ഷോർട്ട് കട്ടാണ് നല്ലതെന്ന്, ഈ കുറുക്ക് വഴികൾ എളുപ്പമാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന് വചനത്തെ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് കുറുക്ക് വഴി അല്ല പ്രശ്നം. കുറുക്ക് വഴികൾ മാത്രമല്ല ദൈവം നമുക്ക് വേണ്ടി നോക്കുന്നത്. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ഇസ്രായേൽ മക്കൾ 3 ദിവസം കൊണ്ട് അവർക്ക് കനാലിൽ പ്രവേശിക്കാമായിരുന്നു. മിസ്രൈമിന്റെ നോർത്ത് ഭാഗത്തും വടക്ക് ഭാഗത്തും കനാന്റെ തെക്ക് ഭാഗത്തേക്ക് വരുവാൻ 3 ദിവസം മതിയായിരുന്നു. 3 ദിവസം കൊണ്ട് യാത്ര ചെയ്യാമായിരുന്നാൽ നമുക്കറിയാം, ദൈവരെ 40 വർഷം മരുഭൂമിയിൽ ചുറ്റിച്ച് നടത്തി. എന്തുകൊണ്ടാണ് 3 ദിവസം കൊണ്ട് പോകേണ്ട വഴി ദൈവം 40 ദിവസമാക്കിയത്? നമുക്കറിയാം, ഈ മിസ്രൈമിന്റെ നോർത്തിൽ നിന്നും കനാന്റെ സൗത്തിലേക്ക് കയറിയാൽ ആദ്യം നേരിടുന്നത് ഫെലിസ്ത്യരെയാണ്. ഫെലിസ്ത്യർ മല്ലന്മാരായിരുന്നു. ഈ മല്ലന്മാരെ നേരിടുമ്പോൾ യുദ്ധം അഭ്യസിക്കാത്ത, ആകെ ഇഷ്ടിക ഉണ്ടാക്കാൻ മാത്രം പഠിച്ച് ഇസ്രായേൽ മക്കൾ യുദ്ധം കാണുമ്പോൾ പേടിച്ചുപോയി. ഫെലിസ്ത്യർ ഈ ജനത്തെ നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് ദൈവം പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ മിസ്രൈം വഴിയായി പോകുമ്പോൾ ആദ്യം നേരിടുന്നത് അമാലേക്യരെയാണ്. അമാലേക്യർ യുദ്ധത്തിന് ശക്തന്മാരല്ലായിരുന്നു. അവരെ തോൽപ്പിക്കുവാൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഴിയുമായിരുന്നുകൊണ്ട് ദൈവം ഷോർട്ട് കട്ട് നോക്കാതെ ലോങ് വേയിൽ കൂടെ കൊണ്ടുപോവുകയാണ്. മറ്റു കാര്യം നമുക്കറിയാം, ദൈവം അവരെ ലോങ് വേയിൽ കൂടെ കൊണ്ടുപോയത് മോശയുടെ കാലത്ത് ഫറവോനും കൂട്ടരും മോശയുടെ കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങളെ നീല നദിയിട്ട് കൊന്നുകളഞ്ഞെങ്കിൽ ദൈവം ഒന്ന് റെക്കോർഡ് ചെയ്തു, ഇതിന് പ്രതികാരം ഞാൻ ചെയ്യും. അതുകൊണ്ട് മിസ്രൈമിലെ സകലത്തെയും ഈ വെള്ളത്തിൽ ചെങ്കടൽ മുക്കിക്കളവാനായി ദൈവം അവരെ അതുവഴിയായി കൊണ്ടുവന്നു. ദൈവ ജനത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം തൽക്കാലം പ്രതികാരം ചെയ്തില്ലെങ്കിലും നാളുകൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും തലമുറ മാറിയാലും ദൈവം ആ മോശയുടെ കയ്യിൽ തന്നെ ഈ ജനത്തെ ഏൽപ്പിച്ചുകൊടുന്ന് ഓർക്കുക. ഈ രാത്രി ദൈവത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. പല കാര്യങ്ങളുടെ പുറവാണ്ട് ആ ഭാഗം ഇപ്പോൾ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മടങ്ങി വരട്ടെ. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുമ്പോൾ അതിനു മുമ്പേ ദൈവം വഴികളെ അടയ്ക്കുകയില്ല. നമുക്ക് വേണ്ടി വഴികളെ തുറക്കാതെ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴിയും അടച്ചു കളയില്ല. നമുക്ക് നോക്കാം, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാർ. അബ്രഹാമിന്റെ വീട്ടിൽ ഭാര്യയുടെ പദവി ജീവിച്ച് വർഷങ്ങളായി അബ്രഹാമിനോടൊപ്പം ജീവിക്കുകയും അബ്രഹാമിനൊരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്ത ഈ ഹാഗാർ ഒരു ദിവസം ദൈവം പറഞ്ഞ, അബ്രഹാമേ,
പൈതൽ പരിഹാസിയാണ്. അവരെയും ഹാഗാറിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുവാനായി പറയും. അബ്രഹാമുള്ള വേദനയോടുകൂടെ, സങ്കടത്തോടുകൂടെ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകില്ല. അബ്രഹാമിനറിയാം സ്വന്തം കുഞ്ഞിനെയും ഭാര്യയുടെ പദവിയുള്ള ഈ സ്ത്രീയെയും പറഞ്ഞയക്കുമ്പോൾ ഹൃദയം തകർന്നവനായ വേദനയോടുകൂടെ ഈ കുഞ്ഞിനെ ഹാഗാറിന്റെ തോളിലോട്ട് എടുത്തു കൊടുത്തിട്ട് അബ്രഹാം ബൈ പറയുന്നു. നോക്കുക, ഹാഗാറിന്റെ ചിന്ത എന്തായിരുന്നു, ഹാഗാറിന്റെ വഴി എന്തായിരുന്നു? ആയുസ് മുഴുവൻ അബ്രഹാമിനോടൊപ്പം താമസിച്ച് എന്റെ ജീവിതകാലം ഞാൻ ഇവിടെ കഴിയും, എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുമുള്ള ആ ചിന്തയിലും വഴികളും ജീവിച്ച ഒരു ദിവസം അവളുടെ വഴികളും ചിന്തകളും എല്ലാം തകർന്നുപോയി. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മെ കാണുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴികളൊക്കെ പ്ലാൻ ചെയ്തിട്ടും ചിന്തകളൊക്കെ എഴുതി വെച്ചിട്ടും പലപ്പോഴും തകർന്നു പോയിട്ടില്ലേ? ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് തോന്നുന്നുണ്ട്, വഴികൾ മാറട്ടെ. നമ്മുടെ ചിന്തകളൊക്കെ മാറിയാലും വഴികളൊക്കെ മാറിയാലും നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രി കർത്താവിനോട് നമുക്ക് കർത്താവ് അങ്ങയിൽ ഞാൻ ചാട്ടെ, സ്തോത്രം. ഹാഗാറിന്റെ തോളിലോട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അബ്രഹാം ബൈ പറയുമ്പോൾ ഹാഗാറിനോട് നമുക്ക് ചോദിക്കാം, ഹാഗാറെ എവിടെ പോകുകയാണ്? ഹാഗാർ നമ്മളോട് പറയും, ഒരു പക്ഷേ സാം ജോർജ്, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എവിടേക്കാണ് പോകുന്നത്, എനിക്കറിയില്ല. കാരണം എനിക്കൊരു വഴിയുമില്ല. എന്റെ ആകെ ചിന്തിതായിരുന്നു അബ്രഹാമിന്റെ ഭവനത്തിനെ കുഞ്ഞിനെ വളർത്തി എന്റെ ആയുസ് മുഴുവനും ഞാൻ ഇവിടെ ജീവിക്കുമായിരുന്നു. എന്നാൽ എന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നുപോയി, എന്റെ പ്ലാനുകളൊക്കെ തകർന്നുപോയി, എന്റെ ചിന്തകളും എന്റെ വഴികളും എല്ലാം ഇതാ ഉടഞ്ഞു പോയിരിക്കുന്നു. നിലത്ത് വീണുടഞ്ഞൊരു പാത്രം പോലെ ചിന്തകളും വഴികളും എല്ലാം ഇതാ തകർന്നു പോയിരിക്കുന്നു. ഹൃദയം തകർന്നവളായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരപ്പവും ഒരു തുരുത്തിലെ വെള്ളവുമായി ഇതാ ഹാഗാർ ഭവനത്തിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. വഴിയറിയാതെ, വേദനയോടെ, ഭാരത്തോടെ എങ്ങോട്ട് പോകും, എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും, ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്നുള്ള വേദനയോടെ അവൾ ഭവനത്തിൽ ഇറങ്ങുമ്പോൾ ദൈവം അവളെ കണ്ടു. ഈ രാത്രിയിലും സ്വപ്നം തകർന്നു പോയോ? ചിന്തകൾ അസ്ഥാനത്തായോ? ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, എന്റെ ഭാവി എങ്ങനെയാകും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാകും എന്നൊക്കെ ചിന്തിക്കുന്ന ആ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി എന്ന് പറയുന്നു, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രി നമ്മുടെ ധൈര്യം അതായിരിക്കട്ടെ, എന്നെ അറിയുന്നൊരു കർത്താവുണ്ട്. ഹാഗാറേ, നിന്റെ വഴി അടഞ്ഞുപോയോ? നീ പേടിക്കേണ്ട. നിന്റെ പ്ലാനുകളൊക്കെ തീർന്നുപോയോ? നീ പേടിക്കേണ്ട. ഇതിനെ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ഒരു തുരുത്തി വെള്ളവും അപ്പവുമായി ഹാഗാർ പോകുമ്പോൾ ഹാഗാറിന്റെ കയ്യിലെ അപ്പം തീർന്നുപോയി, വെള്ളം തീർന്നുപോയി. ഈ ലോകത്തിൽ നമ്മൾ എത്ര സ്നേഹിച്ചാലും സേവിച്ചാലും തരുന്നതിനൊക്കെ പരിധിയുണ്ട്. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അപ്പനായാലും അമ്മയായാലും തരുന്നതിനൊക്കെ ഈ ലോകത്തിൽ പരിധിയുണ്ട്. എന്ന അളവില്ലാതെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അബ്രഹാം കൊടുത്ത അപ്പം തീർന്നു, അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, ഹാഗാർ ബെർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. ഇംഗ്ലീഷ് വായിക്കുന്നു, ഷി വാസ് വാണ്ടറിങ് ഇൻ ദ വിൽഡർനെസ്. വാണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ, എവിടേക്കാണ് പോകുന്ന അറിയാതെ ചുറ്റിക്കറങ്ങുക. ഹാഗാറിനോട് ചോദിക്കുക, എവിടെയാ പോകുന്നത്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എവിടെ ഈ രാത്രി നീ താമസിക്കുക ഹാഗാർ? എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാമായിരുന്നു അബ്രഹാമിന്റെ ഭവനമായിരുന്നു, എനിക്ക് ആകെ അറിയാമായിരുന്നു അവരുടെ കാര്യങ്ങളായിരുന്നു. ഇപ്പോഴെന്റെ വഴികളും പ്ലാനുകളും തെറ്റിപ്പോയി. ഈ മരുഭൂമി ഞാൻ തനിയായിരിക്കുന്നു. മരുഭൂമി നമുക്കറിയാം ആൾപ്പാർപ്പില്ലാത്ത ഇടമാണ്, വെള്ളം ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഇടമാണ്. ആളുകൾ അവളെ കാണുവാൻ എവിടെയില്ല. അവിടെ കയ്യിലെ ഫ്ലാസ്കിലെ വെള്ളം തീർന്നുപോയി, അബ്രഹാം കൊടുത്ത അപ്പവും തീർന്നുപോയി. നാം ഇങ്ങനെ വായിക്കുന്നവളേയായി ബേർശേബ മരുഭൂമിയിൽ കറങ്ങി നടക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു, ഭയപ്പെട്ടുകൊണ്ട് അവിടെ ഭാവി നഷ്ടപ്പെട്ടു പോയല്ലോ, കുഞ്ഞു മരിക്കുമല്ലോ എന്നോർത്ത് കറങ്ങുമ്പോൾ, പേടിച്ചവള് കരയുമ്പോൾ ഇതാ ഒരു ശബ്ദം, ഹാഗാറേ നീ ഭയപ്പെടേണ്ട, ഹാഗാറേ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ദൈവാവതരം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, എന്റെ നാളെ എന്താകും, ഞാൻ എങ്ങനെയാകും, എങ്ങനെ എന്റെ കാര്യങ്ങൾ നടക്കും, എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും? ഞാൻ തകർന്നു പോയില്ല, ഈ മരുഭൂമിയിൽ ഞാൻ വീണു പോകുമല്ലോ.
കയ്യിലുള്ള അപ്പം തീർന്നോ? നീ പേടിക്കേണ്ട. കയ്യിലുള്ള ഫ്ലാസ്കിലുള്ള വെള്ളം തീർന്നു പോയോ? പേടിക്കേണ്ട. മരുഭൂമിയാണെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിന്നെ കാണുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ഈ രാത്രി എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? എന്റെ മുറിയിലായിരിക്കുമ്പോഴും എന്റെ ഭവനത്തിലായിരിക്കുമ്പോഴും ഞാൻ എവിടെയായാലും, ഞാൻ ഏകനും തോന്നിയാലും, എന്നെ ആരും കാണുന്നില്ലെങ്കിലും, എന്റെ അപ്പവും വെള്ളവും എല്ലാം തീർന്നു പോയെങ്കിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹഗാറേ, നീ ഭയപ്പെടേണ്ട. ഹഗാറിന്റെ മറുപടി ഇതാണ്: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. ദൈവത്തിന് മരുഭൂമി പ്രശ്നമല്ല. ദൈവത്തിന്റെ കയ്യിലുള്ള അപ്പം തീർന്നു പോയാൽ പ്രശ്നമല്ല. കയ്യിലുള്ള വെള്ളം തീർന്നു പോകട്ടെ. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഈ പ്രസംഗം തീരുന്നതിന് മുമ്പേ, പ്രസംഗത്തിന് മാർക്കിടുവാൻ വേണ്ടിയല്ല, കമ്പാരിസന് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്ഥലം പ്രശ്നമല്ല. ദൈവത്തിന് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ള ദൈവത്തിന് പ്രശ്നമല്ല. നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാറിന്റെ ദാസിയായ, അബ്രഹാമിന്റെ ദാസിയായ ഹഗാറി, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. അബ്രഹാം ഹാഗാറിന് ഒരു കാര്യം മനസ്സിലായി: എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി നമ്മുടെ വിശ്വാസം അതാകട്ടെ. ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, കൊറോണയാൽ ഭാരപ്പെട്ടാലും, അടുത്ത പുതിയ വൈറസ് പുറപ്പെട്ടാലും, എന്ത് വന്നാലും, എനിക്കൊരു കാര്യം അറിയാം: എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആയിരിക്കുന്നിടത്തിന്റെ കൂടെയുള്ള കർത്താവുണ്ട്. മരുഭൂമിയായാലും, ഓ ഹല്ലേലൂയ, എവിടെയായാലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആഗാർ മുന്നോട്ട് പോയി പൈതലിന്റെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു അമ്പെറിയുന്ന ദൂരത്തിൽ ആ കുഞ്ഞിനെ കിടത്തി. മരണം കാണുന്നത് പ്രസവിച്ച മാതാവ് കുഞ്ഞിന്റെ മരണം കാണേണ്ട എന്ന് മാറി നിൽക്കുമ്പോൾ, കരയുമ്പോൾ, കയ്യിലുള്ള വെള്ളം തീർന്ന് നമുക്കറിയാം. മരുഭൂമിയിൽ ആ കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആയി. ശരീരത്തിലെ വെള്ളമെല്ലാം ഉഷ്ണം കൊണ്ട് പറ്റിപ്പോയി. കുടിക്കുവാൻ ഇൻടേക്കില്ല. ഉള്ള വെള്ളമെല്ലാം ഡ്രൈ ആയി പോയി. നമുക്കറിയാം, മെഡിക്കൽ സയൻസ് പഠിച്ചാൽ ബോഡിക്ക് ആവശ്യമായ ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയി പോകും, നമുക്ക് മരണം സംഭവിക്കും. അങ്ങനെ ഈ കുഞ്ഞിന്റെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആയി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടുകൊണ്ട് നൊന്ത് പ്രസവിച്ച മാതാവ് മാറി എന്ന് കരയുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഹാഗാറിന്റെ ചിന്ത ഇതാണ്: എന്റെ കുഞ്ഞിവിടെ മരിച്ചു പോകും. ഹാഗാർ തന്നെ പറയുന്നുണ്ട്: എന്റെ കുഞ്ഞിന്റെ മരണം കാണേണ്ട, എന്റെ കുഞ്ഞിവിടെ മരിച്ചു പോകുമെന്ന് അവൾ വിധി എഴുതിയിരിക്കുമ്പോൾ, അവിടെ വഴികളെല്ലാം അടഞ്ഞു പോയപ്പോൾ, കയ്യിലെ വെള്ളവും അപ്പൊക്കെ തീർന്നു പോയപ്പോഴും, എല്ലാ വഴികളും അടഞ്ഞപ്പോഴിങ്ങനെ വായിക്കുന്നു 19-ാം വാക്യം: ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു ഉറവ കണ്ടു. ഇന്ന് രാത്രി ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. വഴികളൊക്കെ തകർന്നു പോയി, മരണം മാത്രം മുന്നിൽ കണ്ട ഹാഗാറിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു. ദൈവം അവിടെ അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു ഉറവ കണ്ടു. ഈ രാത്രി ദൈവം നമുക്ക് വേണ്ടി കരുതിനെ കാണുവാൻ എത്ര പേർ പ്രാർത്ഥിക്കും? കർത്താവേ, എന്റെ കണ്ണിനെ തുറക്കുമാറാകണമേ. ദൈവമേ, എന്റെ കണ്ണിനെ തുറക്കണമേ. ഈ രാത്രി കർത്താവേ, എനിക്ക് വേണ്ടി കരുതിനെ കാണുവാൻ, എനിക്ക് വേണ്ടി അങ്ങ് സമ്പാദിച്ചതിനെ കാണുവാൻ, എനിക്ക് വേണ്ടി ഒരുക്കിയതിനെ കാണുവാൻ കർത്താവേ, എന്റെ കണ്ണുകളെ തുറക്കുമാറാകണമേ. അവൾ കണ്ണ് തുറന്നപ്പോൾ ഇതാ ഒരു ഉറവ. സ്തോത്രം. എന്താണ് ഉറവിട പ്രത്യേകത? ഭൂമിയുടെ അടിയിൽ നിന്നും ശക്തമായി പുറത്തേക്ക് ഒഴുകി വരുന്ന എക്സ്ട്രീം ബ്രോക്ക് ഔട്ട്. ഇംഗ്ലീഷ് വായിക്കുന്നത് എക്സ്ട്രീം ഗസ്റ്റ് ഔട്ട്. ഭൂമിയുടെ അടിയിൽ നിന്നും ശക്തമായ ഉറവ മുകളിലേക്ക് ഇതാ ശക്തിയോടെ പൊങ്ങി വരികയാണ്. സ്തോത്രം. ഒരു ഉറവ കണ്ടു. ഇന്ന് രാത്രി ഓർക്കണേ, അബ്രഹാം കൊടുത്തത് ഒരു തുരുത്തിയിലെ, ഒരു ഫ്ലാസ്കിലെ വെള്ളം മാത്രം. ഇതാ ദൈവം തുറന്നപ്പോൾ ഉറവ തുറന്നു. ഇന്ന് രാത്രി ആത്മാശക്തി ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിലെ മനുഷ്യൻ തരുന്നതിനൊക്കെ പരിധിയുള്ളപ്പോൾ പരിധിയില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ രാത്രി കൊറോണയുടെ മധ്യത്തിലും ഈ ബുദ്ധിമുട്ടിലും സമ്പദ് തകരുമ്പോഴും രോഗികളായി മാറുമ്പോഴും ലോകം എങ്ങോട്ടെന്നറിയാതെ ഭാരപ്പെടുമ്പോഴും അളവില്ലാതെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവങ്ങളുടെ കണ്ണൂറും ദൈവം അവൾ ഒരു ഉറവ കണ്ടു. ഈ രാത്രി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ വിടുതൽ നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മുടെ അത്ഭുതം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട്. ദൈവങ്ങളുടെ കണ്ണു തുറന്നപ്പോൾ നോക്കുന്ന ദൂരത്തിൽ, കൈയെത്തുന്ന ദൂരത്തിൽ, കണ്ണിന് മുമ്പിൽ തന്നെ അവൾക്ക് വേണ്ടി വഴികളെ തുറന്നിരുന്നു. ഹാഗാർ വിചാരിച്ച എന്റെ വഴികളെല്ലാം അടഞ്ഞു പോയല്ലോ, എന്റെ കയ്യിലെ അപ്പവും വെള്ളമൊക്കെ തീർന്നു പോയല്ലോ, ഞാൻ എങ്ങനെ പോകും? വഴികളും ചിന്തകളും ഒക്കെ അടഞ്ഞപ്പോഴും ഈ രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഒരു പക്ഷേ ഹാഗാർ ജനിക്കുന്നതിന് മുൻപേ, അബ്രഹാമിന്റെ ഭവനത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ ദൈവങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരുന്ന വഴിയാണ്. ദൈവം 7 വഴികളെ തുറക്കാതെ ഒരു വഴിയും ദൈവം അടച്ചു കളയില്ല. ഹാഗാറിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് വേണ്ടി ഒരു വഴിയല്ല പുതുവഴികൾ. ഹാഗാറിനോട് ദൈവം പറയുന്നു, നിന്റെ മകനെയും ഒരു ജാതിയാക്കി ഞാൻ മാറ്റും. വെള്ളം മാത്രമല്ല തരുന്നത്, ജീവൻ മാത്രം മടക്കി തരികയല്ല, പിന്നെ ഒരു ജാതിയാക്കി അനുഗ്രഹം കൊടുത്ത് മാറ്റുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കുക, എന്റെ ദൈവം എന്റെ വഴികളെ അടയ്ക്കുന്നതിന് മുമ്പ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ദൈവം എനിക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്നിട്ടിരിക്കുകയാണ്. എത്ര പേർ ദൈവത്തോട്, കർത്താവേ ആ വഴി എനിക്ക് മതി, എന്റെ പ്ലാനുകളൊക്കെ ഒന്ന് മാറ്റി കർത്താവേ, എന്റെ ചിന്തകളൊക്കെ മാറ്റി കർത്താവേ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ദൈവമേ അങ്ങ് എന്തുകൊണ്ട് എന്റെ വഴികളെ അടച്ചു? കർത്താവേ ഈ രാത്രി ഞാൻ ഏറ്റുപറയുന്നു, എന്റെ വഴികൾ അങ്ങ് അടച്ചെങ്കിൽ പുതിയ എത്രയോ വഴികൾ ഞാൻ ജനിക്കുന്നതിന് മുൻപേ ലോകസ്ഥാപനത്തിനും എനിക്ക് വേണ്ടി കരുതലിനെ കാണുവാൻ കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ. സ്തോത്രം. നമുക്ക് എലീശ പ്രവാചകന്റെ ദാസിയായിരുന്ന എലീശ ശിഷ്യന്റെ ഭാര്യയെ എലീശാന്റെ ഓടി വന്ന് പറയുന്നു, യജമാനെ, നിന്റെ ദാസ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, ഇപ്പോഴത്തെ എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോവാൻ കടക്കാരിതാ ഓടി വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ കടക്കാരിതാ ഓടി വന്നിരിക്കുകയാണ്. നമുക്ക് ശ്രീമക്കളെ ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ ഒരാൾക്ക് കടപ്പെട്ടിരിക്കുന്നെങ്കിൽ വസ്തുവകകൾ വിറ്റ് കൊടുക്കണം. വലിയ കടമാണെങ്കിൽ വസ്തു വിറ്റ് കൊടുത്താൽ കഴിയുകയില്ലെങ്കിൽ ആൺമക്കളെ കൊടുക്കണം. നമുക്കറിയാം ഈ വേദശാസ്ത്രിക പറയുന്നത്, ഈ കടം കൊടുത്ത വ്യക്തി ആഹാബിന്റെ മകനായ യഹോരാമായിരുന്നു. കടം വാങ്ങിയ വ്യക്തി ആരാണെന്നറിയാമോ? ആഹാബിന്റെ കാലത്ത് ഒബദ്യാവ് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യൻ പ്രവാചക ശിഷ്യന്മാരെ മാറ്റി പാർപ്പിച്ചവൻ. വേദശാസ്ത്ര അഭിപ്രായപ്പെടുന്നു, ഈ പ്രവാചക ശിഷ്യന്മാർക്ക് ഗുഹകൾ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അത് മുഖാന്തരമുണ്ടായ കടമാണെന്നാണ്. യഹോരാമിന്റെ ജോലിയായിരുന്നു ഈ പ്രവാചകന്മാരെ കരുതേണ്ടത്. ആഹാബിന്റെ ദൗത്യമായിരുന്നു ഈ പ്രവാചകന്മാരെ കരുതേണ്ടത്. എന്നാൽ യോബദ്യാവ് കടമുള്ളവനായി മരിച്ചുപോയി. ആ സ്ത്രീയുടെ സാക്ഷ്യം നോക്കി, അല്ലയോ യജമാനെ, നിന്റെ ദാസനായ എന്റെ ഭർത്താവായ നിന്റെ ദാസൻ നല്ല പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തുകൊണ്ട് പറയാണ്, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. എന്ത് മനോഹരമായ സാക്ഷ്യം! ഒരു ഈ കുടുംബത്തിലെ സാക്ഷ്യം ഭാര്യയെ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെ കുറിച്ചും പറയുന്നതാണ്. ഈ സാക്ഷ്യം പറയുന്നു, നിന്റെ ദാസനായിരുന്ന എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു നിനക്കറിയാമല്ലോ. എന്റെ ഭർത്താവ് സുവിശേഷ വേല കൊണ്ട് കോടികളുണ്ടാക്കി മക്കൾ കിട്ടിട്ട് പോയവനല്ല. സുവിശേഷ വേല കൊണ്ട് മറ്റുള്ളവരുടെ പണം വാങ്ങി എസ്റ്റേറ്റും ബിൽഡിങ്ങും ഒക്കെ വാങ്ങിയിട്ടല്ല പോയത്. എന്റെ ഭർത്താവ് യഹോവ ഭക്തനായതുകൊണ്ട് കടമാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ദൈവദാസനം പേരെ പോറ്റുവാൻ, ദൈവമക്കൾക്ക് കയ്യിൽ നിന്ന് കൊടുക്കുവാൻ കടം വാങ്ങിപ്പോലും ദൈവമക്കളെ പോറ്റിയ എന്റെ ഭർത്താവ് വിശ്വസ്തയോടെ എന്റെ ഭർത്താവ് ദൈവത്തെ സേവിച്ചു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഈ കാലത്ത് സുവിശേഷം ഒരു വ്യാപാര ചരക്കാക്കി മറ്റുള്ള പണം സമ്പാദിച്ചുകൊണ്ട് ജോലി ചെയ്യാതെ, കഷ്ടപ്പെടാതെ, വേല ചെയ്യാതെ മറ്റുള്ള പണം സമ്പാദിച്ചുകൊണ്ട് കോടികൾ ബാങ്കിലാക്കി ജനിക്കുവാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയും പണമുണ്ടാക്കിയൊക്കെ ഇരിക്കുമ്പോൾ യഹോവ ഭക്തനായ ഈ മരിച്ചുപോയ ദൈവദാസന്റെ ഭാര്യ പറയുന്നു, എനിക്കാകെയുള്ളത് കടമാണ്. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് ദൈവത്തെ വിശ്വസിച്ചോട് സേവിച്ചുകൊണ്ട്
കടമുള്ളവനായി പോയിരിക്കും. ഇതാ എന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്നു. എന്റെ ആശ്രയമെല്ലാം പോയി. എന്റെ ആശ്രയമായിരുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് കുഞ്ഞുങ്ങളാണിയുള്ളത്. ഈ കുഞ്ഞുങ്ങൾ വളർന്ന് കടം വീടുമെന്നും എന്റെ കാര്യം നോക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി സ്വപ്നങ്ങളും വഴികളും പ്ലാനുകളും എല്ലാം തകർന്നു പോയെങ്കിൽ, ദൈവത്തെ സേവിച്ചിട്ടും ഞാൻ ഇങ്ങനെയായല്ലോ, പ്രാർത്ഥിച്ചിട്ടും എനിക്കിതാണല്ലോ സംഭവിക്കുന്നത്, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടും എനിക്കിതാണല്ലോ സംഭവിക്കുന്നത്. വലിയ ചോദ്യങ്ങളുമായി രാത്രി ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മോട് ദൂതുണ്ട്, നിന്നെ ഞാൻ കൈവിടുകയില്ല. കർത്താവ് നമ്മോട് പറഞ്ഞാൽ നിങ്ങളെ അനാഥരായി വിടുകയില്ല. രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, യെസ് ലോർഡ്, കർത്താവേ ആ വഴി എനിക്കായി ഒന്നോട് തുറക്കണമേ. അടഞ്ഞിരിക്കുന്ന വഴികളെ തുറക്കുന്ന ദൈവമേ, വഴിയില്ലാത്ത ദൈവമേ, എനിക്ക് വേണ്ടി കരുതുന്ന കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കും. സ്തോത്രം. മറ്റുള്ളവരുടെ പണം വാങ്ങിയില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് കടം വാങ്ങി ദൈവവേല ഇതോ മധ്യാവേ, നീ കണ്ണടഞ്ഞാൽ, നീ മരിച്ചു പോയാലും നിന്റെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി മാറുകയില്ല. എത്ര പേർക്ക് ശക്തമായി പറയാം? പാസ്റ്റർ സാം ഡാനിയലിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, സാം വർഗീസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്റെ പിതാവ് കർത്താവിന്റെ വേല ചെയ്തവനാണ്. ഒരു സാധാരണ കുടുംബത്തിൽ, കർഷക കുടുംബത്തിൽ നിന്നും ജീവിക്കാൻ ഒരുമാതിരി നിവൃത്തിയുള്ള കുടുംബത്തിൽ നിന്നും മാർത്തമ കുടുംബത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചൊരു വ്യക്തി. വലിയ പണക്കാരൊന്നും ഇല്ലായിരുന്നു, ബുദ്ധിമുട്ടാ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി വേലയ്ക്ക് കൊണ്ടിറങ്ങിയപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഏകനായി ദൈവവേലയിൽ ഇറങ്ങി. സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ പിതാവിനോട് ദൈവം കൊടുത്ത ദൂതുണ്ടായി, നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നോക്കും. നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ തലമുറയുടെ കാര്യം നോക്കുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തു. എന്റെ പിതാവ് മരിക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. എന്റെ പിതാവ് മരിച്ചപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ വഴക്കിടേണ്ടി വന്നില്ല. വസ്തുവിന് വേണ്ടി, പണത്തിന് വേണ്ടിയും 4 മക്കൾ ഞങ്ങളുണ്ട്. വഴക്കിടേണ്ടി വന്നില്ല. ദൈവത്തെ സേവിച്ചുകൊണ്ട് ദൈവം തലമുറകളെ പാലിച്ചു. ഞങ്ങൾ 4 പേരും ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. എന്റെ മൂത്ത സഹോദരൻ ഓസ്ട്രേലിയയിൽ IPCയുടെ റീജിയൻ പ്രസിഡന്റായി കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ ഇളയ സഹോദരന്മാർ ഒരാൾ UK അയർലൻഡിൽ ആ റീജിയന്റെ സെക്രട്ടറി ആയി കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇളയാള് ഓസ്ട്രേലിയ പാസ്റ്ററാണ്. ഞങ്ങൾ 4 പേരെയും ദൈവം അനുഗ്രഹിച്ചു. ഭൗതികമായ ആവശ്യമുള്ളൊക്കെ ദൈവം നിന്നു. ദൈവം വിശ്വസ്തൻ. ഈ രാത്രി എനിക്ക് പറയാൻ കഴിയും, ദൈവം ആരുടെയും കടക്കാരൻ അല്ല. ദൈവം ആർക്കും ബാധ്യതയല്ല. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകയില്ല. ദൈവത്തിന് വേണ്ടി തിന്നവരുടെ തലമുറ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകയില്ല. വിശ്വസത്തോടെ ദൈവത്തിന്റെ മേലെ ദൈവം മറന്നു പോയില്ല. ഈ രാത്രി പ്രിയ സഹോദര സഹോദരി, വേദനയോടും ഭാരത്തോടും നീ ദൈവവേലയെങ്കിൽ ഇല്ലായ്മയിലും കർത്താവിന് കൊടുക്കുന്നെങ്കിൽ നല്ല ഹൃദയത്തോടെ കോടികളുണ്ടായിട്ടുള്ള പണം കൂടുതലുണ്ടായിട്ടുള്ള ഉള്ളതിൽ നിന്നും ബുദ്ധിമുട്ടിയായാലും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചും ദൈവവേല ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അക്കൗണ്ടിൽ എഴുതിയിരുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളതുമായി കരുതുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേർക്ക് ഈ രാത്രി വിശ്വാസമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മറക്കാത്തൊരു കർത്താവുണ്ട്. സ്തോത്രം. ഓബദ്യാവ് മരിച്ചുപോയെങ്കിലും ഈ സ്ത്രീ വിധവയായെങ്കിലും ദൈവത്തിനൊരു കാര്യം അറിയാം, എന്നെ സേവിച്ചവന്റെ തലമുറ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കയില്ല. അവൻ ശത്രുവിന്റെ അടിമയാകില്ല. സ്തോത്രം. ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. ഏലീശ അവളോട് പറയുന്നുണ്ട്, നീ പോയി വെറും പാത്രങ്ങളൊക്കെ കടം വാങ്ങുക. നിന്റെ കുഞ്ഞുങ്ങൾ നീയൊക്കെ പോയി വെറും പാത്രം കടം വാങ്ങുക. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഏലീശായ്ക്കറിയാം അവിടെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായതെങ്കിൽ കടക്കാരൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുകയില്ലായിരുന്നു. ഒന്നുമില്ലാത്തോണ്ട് ചോദിക്കുന്നു, മോളെ നിന്റെ കയ്യിൽ എന്തുണ്ട്? യജമാനൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ
ഒരു തുരുത്തിയില ഒരു ഭരണിയിൽ അല്പം എണ്ണയുണ്ട്. വേദശാസ്ത്രം പറയുന്നു വേദനയ്ക്കോ കുഴമ്പിനോ പകരമായി ഉപയോഗിച്ച എണ്ണയാകാമെന്ന് പറയും. എന്തുവാകട്ടെ, നമുക്കത് വിഷയമല്ല. ദൈവം ഏലിശാവോട് പറഞ്ഞത് അത് കൊണ്ടുവന്നാ മതി, ദൈവം അവൾക്ക് വേണ്ടി വഴികളെത്തും. ഭാഗം ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാം, മുറിയടച്ചു, പാത്രത്തിന് പകരുവാനായി തുടങ്ങി, അവസാന എംടി ജാർ ഫില്ലാകുന്നത് വരെ എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുക, എലീശ പറയുന്നു, നീ ഇത് വിറ്റ് നിന്റെ കടം വീട്ടിട്ട് ബാക്കി നിന്റെ ഉപജീവനത്തിന്. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പ്ലാനുകൾ ചെയ്യുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ചിന്തകൾ തരുമ്പോൾ, ഒരുപക്ഷെ ഈ പ്രവാദിഷ്ടൻ ഭാര്യ വിചാരിച്ചു കാണും, എന്റെ കുഞ്ഞുങ്ങളെ കടക്കാർ കൊണ്ടുപോകും. ഇല്ല ഇല്ല ഇല്ല, ദൈവത്തിന് വേണ്ടി തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കാതെ ദൈവം നമ്മുടെ വഴികളെ അടച്ചുകൾ. ഒരു കാര്യം പറഞ്ഞാൽ ഈ രാത്രി എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഒന്നാമത് നമ്മുടെ ചോദ്യം, ദൈവമേ എന്തുകൊണ്ടാണ് എന്റെ വഴികളെ അടയ്ക്കുന്നത്? എന്തുകൊണ്ട് ദൈവമേ എനിക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കാതെ അങ്ങനെ വഴികളെ അടച്ചു കളഞ്ഞു? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചങ്ങല വരുന്ന ഭാഗങ്ങളൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി അടഞ്ഞവാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദനയോടെ ഭാരത്തോടെ നാളെ എങ്ങനെയാകും കർത്താവേ, എന്റെ ബിസിനസ് എങ്ങനെയാകും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാകും, എന്റെ മിനിസ്ട്രി എങ്ങനെയാകും, എന്റെ സഭയുടെ കാര്യം എങ്ങനെയാകും കർത്താവേ, എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാകും ചോദിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂതുണ്ട് നമുക്ക് വേണ്ടി. അറിയാത്ത വഴികളെ ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. ഈ രാത്രിയെ കണ്ണെന്ന് തുറന്നാ മതി. ആകാർ നോക്കിയപ്പോൾ ഉറവ എവിടെ ഇല്ലായിരുന്നാൽ ദൈവയുടെ കണ്ണ് തുറന്നപ്പോൾ ഉറവ കണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതലുകളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. ദൈവത്തോട് യെസ് ലോർഡ്, ഓപ്പൺ മൈ ഐസ്. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി മറച്ചു വെച്ച മർമ്മങ്ങളുണ്ടല്ലോ, എന്റെ വഴികളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ തകർന്നു പോയാലും അങ്ങനെക്ക് വേണ്ടി കരുതലിനെ കാണുവാൻ ഈ രാത്രി എന്റെ കണ്ണുകളെ തുറക്കണമേ. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ രാത്രി ഇവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, ദൈവമേ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് മറുപടി ലഭിക്കുന്നില്ല? പലപ്പോഴും നാം പ്രാർത്ഥിക്കർത്താവ് ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇതുപോലാണോ അതുപോലാണോ എന്നൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം നമുക്ക് മറുപടി തരികയില്ല. നമ്മുടെ ചോദ്യം, ലോർഡ് why you are not answering the way I prayed? ഞാൻ പ്രാർത്ഥിച്ച പോലെ കർത്താവ് എന്തുകൊണ്ട് എനിക്ക് വേണ്ടി മറുപടി തരുന്നില്ല? വിശുദ്ധാതിരുവെഴുത്തിൽ കൂടെ രണ്ട് ഭാഗങ്ങൾ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്തെ ഭാഗം 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഒരു പ്രസ്താവനയാണ്. അവിടെ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ബോസ്റ്റ് ചെയ്യുന്നത്, പ്രശംസിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, പ്രശംസിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ കുറച്ച് കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ പ്രശംസിക്കുക, അവിടുത്തെ സാഹചര്യം ഇതാണ്. പൗലോസിയുടെ കാലത്ത് പൗലോസിന് മിനിസ്ട്രി വന്ന് ദർശനത്തിൽ കൂടെ ദമസ്കോസിന്റെ പടിവാതിൽ കൂടെ ദൈവത്തിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടായപ്പോൾ പൗലോസ് എങ്ങനെ മുന്നോട്ട് പോയി വന്നപ്പോൾ അന്നത്തെ മൂപ്പന്മാർക്ക് ഒരു ബുദ്ധിമുട്ട്. ഇവൻ ഇന്നലെ വന്നവനാണ്, പുതിയ പുള്ളിയാണ്, ഇവൻ ഇങ്ങനെയെങ്കിലും കയറി കളിക്കണ്ട. നമ്മുടെ പാസ്റ്റർമാര് നമ്മുടെ എല്ലാവർക്കും പരിപാടിയാ. ബൈബിൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചോന്ന് നല്ല കൃപാവരും കഴിവുള്ള ഒരാൾ വരുമ്പോൾ അച്ചായന്മാര് പഴയ സെക്രട്ടറിയും ആ സെന്ററിൽ ഒത്തിരി ആളുകളോട് ഇങ്ങനെ പുതിയ പുള്ളിയാണ്, ഇവൻ അങ്ങനെ പൊങ്ങണ്ട, ഇവനോട് നിൽക്കട്ടെ. പൗലോസിനോടും ഇവർ ഇതാ ചെയ്ത്. IPCയിൽ ഈ പരിപാടിയുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇയാൾക്ക് എന്തോ ഗുണമെന്തുവാണ്, ഇയാൾ ഇന്നലെ വന്നവല്ലയോ, ഞങ്ങൾ പണ്ട് തൊട്ടേ ഇവിടെ കിടക്കുന്നില്ലയോ? പൗലോസ് എന്നൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. പൗലോസ് പറയാ, നിങ്ങളിൽ ആരാണ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്? നിങ്ങൾ ഈ വാദമൊക്കെ അടിക്കുന്നില്ലോ, കാര്യമൊക്കെ പറയുന്നില്ലോ, നിങ്ങൾ വലിയ പാരമ്പര്യമൊക്കെ അടിക്കുന്നില്ലോ. ഞാൻ യഹൂദനായിരുന്നു, ദമസ്കോസിന്റെ പടിവാതിക്ക് വെച്ച് വെളിപ്പാണ്ടാ ഞാൻ വന്നേയുള്ളൂ. ശരിയാ, നിങ്ങളൊക്കെ എന്നെക്കാൾ സീനിയറാ. പക്ഷേ നിങ്ങൾ ആരാണ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട? ആരുണ്ട്? ദൂതന്മാരുടെ ഭാഷ കേട്ട ആര് ഇതിനകത്തുണ്ട്? പൗലോസ് പറയാണ്,
പ്രശംസിക്കുന്നവർ എല്ലാവരെക്കാളും എനിക്ക് അധികമുണ്ട്. ഈ കാര്യമൊന്നുമില്ല, എന്നാൽ ഞാൻ പറയാ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ദൂതന്മാരുടെ ഭാഷ കേട്ടവൻ, ശരീരത്തോടെയോ അല്ലാതെയോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ സ്വർഗത്തിൽ പോയി, 3-ാം സ്വർഗത്തിൽ പോയി, നിങ്ങൾ PhD ഡോക്ടറേറ്റും അതും ഇതൊക്കെ പറയുന്നെങ്കിലും എനിക്ക് അതൊന്നുമല്ല പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എനിക്ക് ആത്മീയമായ ദൈവത്തോടുള്ള ബന്ധമാണ്. 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. ദൂതന്മാരുടെ ഭാഷ ഞാൻ കേട്ടു. എന്നിട്ട് താഴോട്ട് പൗലോസ് പറയാണ്, ഈ ഇതൊക്കെ വന്ന് വിച്ചിട്ട് ഞങ്ങളോ അറിയാതെ ചിലപ്പോൾ എനിക്കും വന്ന് കാണും. നമുക്ക് തന്നെ അറിയാം, നല്ല പ്രസംഗിക്കുമ്പോൾ, നല്ലൊരു മീറ്റിംഗ് നടത്തുമ്പോഴൊക്കെ അറിയാതെ ചിലപ്പോൾ ഒരു ചിന്തകളൊക്കെ വരുമെങ്കിൽ പൗലോസ് പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആ ശൂലം സാത്താന്റെ ദൂതനെ കുത്തുവാൻ സാത്താന്റെ ദൂതനെയാണ്. പൗലോസ്ലീഹ രോഗിയായിരുന്നെന്ന് വേദശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. കണ്ണിന് കാഴ്ചക്കുറവായിരുന്നു, ചിലർ പറഞ്ഞു വയറിന് ഇൻഡൈജഷൻ പ്രോബ്ലം ആയിരുന്നു. എന്തുമാകട്ടെ, ശരീരത്തിൽ അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു. പൗലോസ് രാവും പകലും അധ്വാനിച്ചുകൊണ്ട് കൈകൊണ്ട് വേല ചെയ്തുകൊണ്ട്, ആർക്കും ഭാരമാകാതെ വേല ചെയ്തുകൊണ്ട്, രാത്രിയും പകലും ദൈവവേല ചെയ്യുന്ന ഈ പൗലോസ്, എന്തിനാ പൗലോസിന് ഈ രോഗം വന്നത്? പൗലോസ് പക്ഷേ ചോദിച്ചാണ്, കർത്താവേ, കണ്ണിന്റെ കാഴ്ചയാണെങ്കിൽ ഈ കണ്ണിന് കാഴ്ച മടക്കി തരണേ, അനേക ലേഖനങ്ങൾ എഴുതുവാൻ, അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ ഈ കണ്ണിന്റെ കാഴ്ച എനിക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു കാണും. ഇൻഡൈജഷൻ ആണ് കർത്താവേ, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, വിവിധ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് വയറിന് പ്രോബ്ലം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ രോഗം മാറ്റി തരണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചു കാണും. ഏത് രോഗമാകട്ടെ, ശാരീരികമായ രോഗമായിരുന്നു, ആ രോഗം മാറ്റി തരുവാൻ പൗലോസ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ നാം വായിക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആ ശൂലം സാത്താന്റെ ദൂതനെ കുത്തുവാനായി മുള്ളു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. നാം അങ്ങനെ അവിടെ വായിക്കുന്നേ, ഇത് മാറി, ഈ ശൂലം മാറിപ്പോകേണ്ടി ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൗലോസ് കർത്താവേ, ഈ ശൂലം ഒന്ന് മാറ്റി തരണേ, എന്നെ വയറിന്റെ അസുഖം ഒന്ന് മാറ്റി തരണേ, കണ്ണാന്നി കണ്ണിന്റെ അസുഖം മാറ്റി തരണമേ. ദൈവമേ, ഈ കണ്ണുകൊണ്ട് അനേക ലേഖനങ്ങൾ എഴുതുവാനും, ഈ കാലുകൊണ്ട് അനേക യാത്ര ചെയ്യുവാനും ഈ രോഗം മാറ്റി തരണമേ. എനിക്കല്ല കർത്താവ്, നിനക്ക് വേണ്ടി ഈ രോഗം മാറ്റി തരണമേ. പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസ് പ്രാർത്ഥിച്ച ഇങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞു, എന്റെ മോനെ പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി. ഞാനൊരു ശൂലം തന്ന അവിടെ ഇരിക്കട്ടെ മോനെ. രാത്രി പരിശുദ്ധാത്മാവിന്റെ ദൂത്, ദൈവം തന്ന ശൂലം അവിടെ ഇരിക്കട്ടെ. പൗലോസേ, ഞാൻ തന്ന ശൂലം അവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ ശൂലം നിന്നെ കൊന്നുകളയുകയില്ല, ആ ശൂലം നിന്നെ നശിപ്പിക്കുകയില്ല, ആ ശൂലം നിന്നെ ഇല്ലാതാക്കിയില്ല. കാരണം ശൂലത്തിന്മേൽ വ്യാപരിക്കുന്ന എന്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചതുപോലെ മറുപടി ലഭിച്ചില്ലെങ്കിൽ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, കരയേണ്ട. ആ ശൂലം നമ്മളെ കൊന്നുകളങ്ങിയില്ല, ശൂലം നമ്മളെ ഇല്ലാതാക്കിയില്ല. ശൂലത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ കൃപ മതി, കൃപ മതി കർത്താവേ. അതുകൊണ്ട് അതാ പാടുന്നത്, കൃപയേറും കർത്താവിൽ എന്റെ വിശ്വാസം, അതിനാൽ ഹൃദയത്തിൽ ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസത്തിൽ കൃപയൊന്നെന്റെ ആശ്രയമാണ്. കൃപ 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 ഒന്നെന്റെ ആശ്രയം, കൃപയൊന്നെന്റെ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. പൗലോസിന്റെ പ്രാർത്ഥന, കർത്താവേ, ഇതൊന്ന് മാറ്റി കർത്താവേ, ഇത് മാറ്റിത്ത കർത്താവേ, മാറ്റിത്ത കർത്താവേ. ദൈവത്തിന്റെ മറുപടി, വേണ്ട പോലെ അവിടെ ഇരിക്കട്ടെ ആ ശൂലം.
രാത്രി ദൈവത്തിന് ശൂലം അവിടെ ഇരിക്കട്ടെ. പക്ഷെ ശൂലത്തിന്റെ ഒരു കൃപയുണ്ട്. ശൂലത്തിന്റെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ. സ്തോത്രം. വീണ്ടും ദൈവം പൗലോസിനോട് പറഞ്ഞു, പൗലോസേ, എന്റെ ശക്തി ഉണ്ടല്ലോ, നിനക്ക് കൃപ മാത്രമല്ല ഞാൻ തരുന്നത്. നിനക്ക് പോകുവാൻ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ശക്തി ഞാൻ നിനക്ക് തരാം. നിനക്ക് വയറിന് പ്രോബ്ലമാണെങ്കിൽ എന്റെ ശക്തി ഞാൻ തരാം. നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നതാണ് എന്റെ ശക്തി. സ്തോത്രം. ഈ രാത്രി എത്രയോ വിശ്വസിക്കും. രോഗികളാണോ? ഭാരപ്പെടല്ല. ആ രോഗം നമ്മെ തകർക്കയില്ല. രോഗത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവ കൃപ, രോഗത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവ ശക്തി ഈ രാത്രി ശുശ്രൂഷനെ വ്യാപരിക്കുമാറാകട്ടെ. സ്തോത്രം. പൗലോസിന്റെ പ്രാർത്ഥന, പൗലോസ് പ്രാർത്ഥിച്ച പോലെ ദൈവം മറുപടി കൊടുത്തില്ല. നാളുകളായി പ്രാർത്ഥിച്ചൊരു കർത്താവേ, എന്താ ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ? വിശുദ്ധിയോടെ ജീവിച്ചല്ല കർത്താവേ. ഉള്ള കർത്താവ് ഇതിന്റെ പേരിക്ക് വേണ്ടി കൊടുത്തല്ല കർത്താവേ. എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിയിട്ടും, എന്റെ ഭാര്യയുടെ എന്റെ ആവശ്യങ്ങൾ മാറ്റിയിട്ടും നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ട് എന്താ കർത്താവേ? സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയിലേക്ക് പേടിക്കേണ്ട. കൃപ നമുക്കുണ്ട്. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗതസാവനാത്തോട്ടത്തിൽ പുത്രനായ ക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യേശു ശിഷ്യന്മാരുമായി ഗസമനയിലേക്ക് പോയി. ഒരു തോട്ടത്തിലേക്ക് യേശു പോയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടേക്ക് പ്രാർത്ഥിക്കുവാൻ. യേശു പ്രാർത്ഥിക്കുവാനായി പോയി. യേശു നോക്കിയ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് കൂർക്കം വലിച്ചുറങ്ങിയാണ്. നമ്മളെ പോലെ യോഗത്തിരുന്ന് ഉറങ്ങുന്ന പോലെ പത്രോസ് യോഹന്നാനും ഒക്കെ ഇരുന്ന് ഉറങ്ങിയാണ്. യേശു നോക്കി. ശരീരത്തിൽ വേദന ഉണ്ട്. വേദശാസ്ത്ര അഭിപ്രായം ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്ന ടൈമാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന ആ ഫീലിംഗ് ഉണ്ടായപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അതിവേദനയിൽ നൊന്ത് കരയുന്ന യേശു. വിയർപ്പിന്റെ തുള്ളികളൊക്കെ രക്തത്തിന്റെ കറ പോലെ താഴേക്ക് വീഴുകയാണ്. രക്തത്തുള്ളി പോലെ താഴേക്ക് വീഴുന്നു. അതിദുഃഖിതനായി, ഹൃദയവേദനയായി, ഹൃദയം പൊട്ടിയവനായി യേശു കരയുന്നു. പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. യേശുവിന്റെ പ്രാർത്ഥന, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിൽ നെവർദലെസ്, എങ്കിലും അങ്ങനെയല്ല, അവിടുത്തെ ഞാൻ ഈ പാനപാത്രം കുടിക്കണമെങ്കിൽ ഞാൻ കുടിച്ചോളാം. അങ്ങനെയാകട്ടെ. യേശുവിന്റെ പ്രാർത്ഥന പാപഭാരവുമായി, ശാപത്തിന്റെ ഭാരവുമായി കാൽവറിയിലേക്ക് പോകുന്ന യേശു പ്രാർത്ഥിക്കുന്നു. ഈ ശരീരത്തിൽ ഈ വേദന വഹിക്കുവാൻ കഴിയുകയില്ല. ഈ ഭാരം, ഈ വേദന അത്ര വലുതായിരിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ, അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, തിരികെ നടക്കട്ടെ. പിശാചും കൂട്ടരും കരുതി ഈ ഗസമനത്തോടത്ത് യേശുവിന്റെ അന്ത്യമാകുമെന്ന്. എന്നാൽ പാപഭാരം വഹിച്ചുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, പാനപാത്രം മാറണമെന്ന്. പിതാവ് പറഞ്ഞു, വേണ്ട. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. പ്രാർത്ഥന, സ്വന്തം പുത്രനായ ക്രിസ്തുവിന്റെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോഴും പിതാവ് മുഖം മറച്ചു കളഞ്ഞു. പിതാവ് മുഖം മറച്ചത് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുക, മനുഷ്യന്റെ പാപവർഗത്തെ വഹിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപത്തെ ചുമന്നുകൊണ്ട് കൽവറി ക്രൂശിൽ യാഗമായി തീരുവാൻ പോകുന്ന യേശു ആ പാനപാത്രമാകുവാൻ പ്രാർത്ഥിച്ചെങ്കിലും പിതാവ് ആ പാനപാത്രം മാറ്റിയില്ല. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഓർക്കുക, കർത്താവ് ആ ഭാരം ചുമന്നുകൊണ്ട് എന്റെ ഭാരം മാറിപ്പോയി. ശാപം ചുമന്ന് എന്റെ ഭാരം നീങ്ങിപ്പോയി. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി. എന്റെ ശാപങ്ങൾ സൗഖ്യമായി യേശുവിന്റെ രക്തത്താൽ എല്ലാം സൗഖ്യമായി. ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു പാപിയുടെ ഹൃദയത്തിൽ ഇന്നസെന്റായ പ്യൂറായ യേശുവിന്റെ ബ്ലഡ് പതിക്കുമ്പോൾ ആ പാപം മാറി അവൻ ദൈവ പൈതലായി തീരുന്നു. സ്വർഗരാജ്യ അവകാശികളാകുന്നു. ഞാൻ മടങ്ങി വരട്ടെ. യേശു ആ കാൽവൃഗത്തോട്ടത്തെ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇത് മാറിപ്പോകണം. 3 പ്രാവശ്യം യേശു പ്രാർത്ഥിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥിച്ച പോലെ മറുപടി ലഭിച്ചില്ല. പക്ഷെ പ്രാണവേദനയായ ശക്തി നഷ്ടപ്പെട്ട പുത്രന് ഉടനെ
സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ അയച്ച് അവനെ ശക്തീകരിച്ചു. തകർന്ന് വീഴുമെന്ന് തോന്നിയപ്പോൾ, അവസാനിക്കുമെന്ന് തോന്നിയപ്പോൾ, പാപഭാരവുമായി ഓടുമ്പോഴും, ശക്തി നഷ്ടപ്പെട്ടപ്പോഴും ദൂതനെ അയച്ച് ശക്തീകരിച്ചു. ഇന്ന് രാത്രിയിലെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എന്റെ ചിന്തകളല്ല, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ വഴികൾ നമ്മളുടെ വഴികളിലും ഉന്നതമായിരിക്കുന്നു. നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിൻഹിതം ചെയ്തവനാം നിൻ സുതനെ പോലെ നിന്റെ ഇഷ്ടം ചെയ്യുവാനിതാ ഞാൻ വരുന്നു. എൻ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോതാൻ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ സമ്പൂർണമാകട്ടെ. Let thy will be done. അവിടുത്തെ ഹിതം എന്നിൽ നടക്കട്ടെ കർത്താവേ. ഇംഗ്ലീഷിൽ മനോഹരമായ പാട്ടുകളുണ്ട്. ഒരു പാട്ട് ഇങ്ങനെയാണ്, have thine own way, oh have thine own way. ദൈവമേ, അവിടുത്തെ വഴി നടക്കട്ടെ. Thou art the potter and I am the clay. അങ്ങ് കുശവനും ഞാൻ കളിമണ്ണുമാണ്. തിരികെ പോലെ എന്നെ നടത്തണമേ. കർത്താവേ, അവിടുത്തെ ഹിതം നടക്കട്ടെ. ഞാൻ ഒരു കളിമണ്ണ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് എന്നെ മെനയണമേ കർത്താവേ. എന്റെ വഴി വേണ്ട കർത്താവേ, അങ്ങ് ഏത് പാത്രമാകുവാൻ ആഗ്രഹിക്കുന്നു. യജമാന കുശവൻ ഒരു പാത്രം ഉണ്ടാക്കുവാൻ നോക്കുമ്പോൾ മനോഹരമായ പാത്രമല്ലെങ്കിൽ അതിനെ വീണ്ടും ഇടിച്ച് പൊളിച്ച് കളിമണ്ണാക്കി വീണ്ടും അതിനെ മോൾഡ് ചെയ്ത് ചൂളയിലൂടെ കടത്തിവിട്ട് തീയിൽ കൂടെ കടത്തിവിട്ട് മനോഹരമായ പാത്രമായി പുറത്തെടുക്കുന്ന പോലെ കർത്താവേ, ഞാൻ കളിമണ്ണാണ്, അങ്ങ് കുശവനാണ്, എന്നെ മെനയണമേ. ഹാവ് ദൈൻ ഓൺ വേ. അവിടുത്തെ നടക്കട്ടെ കർത്താവ്. ഇംഗ്ലീഷ് വേർഡുണ്ട്, സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. പരിശുദ്ധാത്മാവേ, fall fresh on me. എന്നിൽ പുതുക്കം അയക്കണമേ. പരിശുദ്ധാത്മാവേ, പുതുക്കം എന്നിൽ അയക്കണമേ. ബ്രേക്ക് മീ, എന്നെ തകർക്കണമേ. മെൽറ്റ് മീ, എന്നെ ഉരുക്കണമേ. മോൾഡ് മീ, എനിക്ക് ആകൃതി വരുത്തണമേ. ആൻഡ് ഷേപ്പ് മീ, എന്നെ ഷേപ്പാക്കണമേ. രാത്രി എന്റെ പ്രസംഗം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമോ? വേണ്ട കർത്താവേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട. എന്നെ പണിയണമേ, എന്നെ തകർക്കണമേ, എന്നെ ഉരുക്കണമേ, എന്നെ യോഗ്യനാക്കണമേ. എന്റെ വഴികളിൽ കൂടെ പോയൊരു പക്ഷേ ഞാൻ തകർന്നു പോകും. എന്റെ പ്ലാനുകളിൽ കൂടെ പോയ ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് തിരുഹത്തിനായി എന്നെ സമർപ്പിക്കും. പരിശുദ്ധാത്മാവേ, എന്റെ പണി, എന്റെ ടൈം തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്റെ പണി കർത്താവേ, എന്നെ ഇതാ ഏൽപ്പിക്കുന്ന. ആര് പ്രാർത്ഥിക്കും ഈ രാത്രി? പ്രസംഗിക്കുന്ന എന്റെ പ്രാർത്ഥന ഇതാണ് കർത്താവേ, എന്നെ പണി കർത്താവേ. ചെത്തി വെടിപ്പേക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ചെത്തിക്കള കർത്താവേ. ഒരു കർത്താവ് പണിയണമേ. അവിടെ ദേഹത്തിൽ എന്നെ പണിയണമേ. ദൈവം ആഗ്രഹിക്കുന്ന പാത്രങ്ങളായി തീരുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഒരു കർത്താവ് പണിഞ്ഞത് കർത്താവേ, എന്റെ വഴികളൊന്നും വേണ്ട കർത്താവ്, തിരികെ സമ്പൂർണമാകട്ടെ. Thy will be done. സമനി ഇറങ്ങി വന്ന, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവശക്തി, പൗലോസിനു വേണ്ടി ഇറങ്ങി വന്ന ദൈവകൃപ, ബലഹീനതയെ തികയുന്ന ദൈവകൃപ ഈ നാളിൽ നമ്മെ നടത്തി അക്കരെ എത്തിക്കുമാറാകട്ടെ. വീഴാതെ അവിടെ നമ്മെ സൂക്ഷിച്ച് തന്റെ സന്നിധി മഹിമാസന്നി കളങ്കമില്ലാത്തവരായി നമ്മെ ആനന്ദത്തോട് നിർത്തുന്ന ദൈവം കരം പിടിച്ച് നിങ്ങളെ നടത്തി തിരികെ പ്രകാരം, അവിടുത്തെ പ്ലാൻ പ്രകാരം, അവിടുത്തെ വഴികളിൽ നമ്മെ നടത്തി, നിങ്ങളെ നടത്തി. IPC കുന്നംകുളം സംപ്രീ കർത്താവിലാസം സാമ്പർഗീസ് കൂടെ പ്രവർത്തിക്കുന്ന ദൈവവാസന്മാരെയും എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ച് അക്കരെ എത്തിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന എനിക്ക് അവസരം തന്ന
നിങ്ങളോടെല്ലാം ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ദൈവവചനം നമുക്ക് ഇന്ന് രാത്രിയിൽ ലഭിച്ചതോർത്ത് കരങ്ങളോർത്ത് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹത്തിനും ചൈതന്യത്തിനും വിടുതലിന് കാരണമായി തീരുന്ന ഒരു അനുഗ്രഹമായ സന്ദേശമാണ് ദൈവദാസൻ കൂടെ ഈ രാത്രികാലം ലഭിച്ചത്. സന്തോഷത്തിന്റെ ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യാം. അനേകർക്ക് ഈ വചനം ഒരു വിടുതലായി തീരട്ടെ. ദൈവദാസനെ കർത്താവ് ശക്തിയോടെ തുടർന്ന കാലഘട്ടങ്ങളിൽ കരം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് സഭാ കുന്നളം സെന്ററിന്റെ വളരെ ആത്മാർത്ഥമായ നന്ദി കർത്തദാസിനെ ഈ സമയം അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നാളത്തെ യോഗത്തിന്റെ വിവരത്തിനായി അത് പ്രസ്താവിക്കേണ്ടതിനായി സെന്റർ സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സമയത്ത് ഇടപെടലൊക്കെ നടന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംയുക്ത സഭയോഗം പങ്കുചേരണമെന്ന് ഇതിനത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ദൈവസഭയിൽ വീണ്ടും പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. ദൈവസഭ കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജി സി തങ്കച്ചൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സെന്ററിനെ ചുമതലവെക്കുന്ന കർത്താവിന്റെ ബഹുമാനദാസൻ സാം പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയുടെ അയക്കാം. പ്രാർത്ഥനയ്ക്കായി ദൈവദാസനെ ക്ഷണിച്ചുകൊള്ളും. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. വിശേഷാലിസവും പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് വൈകുന്നേര വേളയിലും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുവാൻ കർത്താവ് അവസരം നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ അഭിഷിക്തദാസനിൽ കൂടെ കർത്താവ് അനുഗ്രഹിതമായ ദൈവികാലോചന നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന ദൈവജനം ഈ വചനം ശ്രദ്ധിക്കുവാൻ, ആത്മീയമായ ശക്തി പ്രാപിക്കുവാൻ, ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവിനെ രാത്രിയിലും അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് യഹോവേ, ഞങ്ങൾക്കല്ല, എല്ലാം അങ്ങയുടെ ദയയും വിശ്വസ്തയും നിമിത്തം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. പിന്നെയും അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുവാൻ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ നാളെ പകൽ നടക്കുന്ന വിശുദ്ധ സഭായോഗവും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വരുത്തുമാറാകണമേ. എല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമാക്കി തീർക്കണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണം പരിശുദ്ധ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും അനുദിനം നമ്മെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് മരുഭൂമിയിൽ ജയകരമായി പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഇന്ന് രാത്രി ഐശ്വര്യമായി നമ്മുടെ മധ്യേ ദൈവവചനം പങ്കുവെച്ച കർത്താവിന്റെ പേര് ദാസനോടും ശുശ്രൂഷയോടും നമ്മുടെ സെന്റർ പ്രവർത്തനങ്ങളോടും നാളെ നടക്കുന്ന സഭായോഗത്തോടും ഭൂതലമെമ്പാടി ചിതറിപ്പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും കർത്താവിന്റെ മേഘത്തിലെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രി നമുക്ക് ജയം നൽകിയതിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.